ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടിയുടെ ഓയിൽ കത്തുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എൻജിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ കിലോമീറ്റർ ഓടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 93,956 കിലോമീറ്റർ ഇപ്പോൾ മീറ്ററിനകത്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം 1,00,000 കിലോമീറ്ററോളം ആയി വണ്ടി. അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ സാധാരണ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഒന്ന് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വരും, 2 ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയുടെ പ്രോബ്ലം മാത്രം, അതായത് ഓയിൽ കത്തിപ്പോണ കംപ്ലയിൻറ്റ് മാത്രമാണ് പരിഹരിച്ചത്. അതായത് എഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഫ്രണ്ടിലേക്ക് അഴിച്ചിട്ട് ആ ഓയിൽ കത്തിപ്പോവാനൊരു കാരണമായ ആ സിലിണ്ടറിൻ്റെ ഡാമേജ് നമ്മൾ പരിഹരിച്ചിട്ടാണ് കയറ്റിയത്. അതായത് മാറ്റിയിട്ടല്ല, ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് നമ്മളത് ചെയ്ത് ആ രീതിയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നിലവിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വന്നേക്കാൻ സാധ്യതയുള്ള കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ബെയറിങ്ങുകൾ ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ ഓവർ ഹീറ്റിങ്ങാണ് വരാറ്. സാധാരണ ഓവർ ഹീറ്റിങ്ങും ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനും വരുമ്പോൾ സാധാരണ മെറ്റൽ പാർട്സുകൾ പെട്ടെന്ന് ഡാമേജ് വരാറുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബൈ ചാൻസ് ഈക്ക് മുമ്പ് എങ്ങാനും വന്നേക്കണത് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു റിപ്പീറ്റഡ് പ്രോബ്ലം ആയിട്ടൊക്കെ ഒരു പക്ഷേ വന്നേക്കാം കേട്ടോ. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. നമ്മളൊരു റിസ്ക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കേസും, ക്ലച്ച് ഡിസ്ക് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും ഡിസ്കും പ്ലേറ്റും തമ്മിൽ ഹീറ്റിംഗ് കാണിക്കുമ്പോൾ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഫ്രിക്ഷൻ വരും, അതിനകത്ത് സ്ലിപ്പിങ് സാധ്യത കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് സാധാരണ അപ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും, കംപ്രഷനൊക്കെ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ക്ലച്ചിൻ്റെ ഒരു കേസൊക്കെ റിപ്പീറ്റ് വന്നേക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 100%, കാരണം 1,00,000 കിലോമീറ്ററോളം ഓടിയേക്കണ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വണ്ടിക്ക് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഫുൾ എൻജിൻ വർക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100% കണ്ണടച്ച് വിടാം, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ പരിഹരിച്ചേക്കുന്ന ഭാഗം ഇത്രയും ഉള്ളൂ. ആ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അത് സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കണേ. ആ ചെയ്തേക്കണ വർക്കിന് 1 ഇയർ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ചെയ്തേക്കണ സ്ഥാപനം സിലിണ്ടർ ബോർ ചെയ്തിട്ടുണ്ട് സാധനം, അത് തൃശ്ശൂരുള്ളതാണ്. അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഞാനത് മെൻഷൻ ആ ബില്ലിൻ്റെ കൂട്ടത്തിൽ തന്നെ തരാം. പക്ഷേ അതിനകത്ത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നൊരു കേസ്, അത് ബോറിങ്ങിൻ്റെതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിലാണ് കേട്ടോ അത് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉള്ളിലത്തെ ക്രാങ്ക് എന്ന് പറയുന്ന ഐറ്റംസിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ആ കാരണം കൊണ്ടാണ് സിലിണ്ടർ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത് കൃത്യമായിട്ട് അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനും സാധിക്കും. എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് കംപ്ലയിൻറ്റ് വരണം എന്നല്ല കേട്ടോ. അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. നമ്മൾ കറക്റ്റ് ഫാക്റ്റ് പറഞ്ഞു വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇൻഫോം ചെയ്തെന്നുള്ളൂ. വണ്ടി ഇപ്പോൾ നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓടിച്ചിട്ടുണ്ട്, യാതൊരു കംപ്ലയിൻറ്റുകളും ഇല്ല. ഞാനിപ്പോൾ 8-10 കിലോമീറ്ററോളം ഓടിച്ചു, വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് സൈലൻസിനകത്ത് വന്നേക്കണ അതിക്ക് മുമ്പ് വന്ന് കിടക്കണ കുറച്ച് ഓയിലുകളൊക്കെ ഉണ്ടാവും, മൈനോട്ടായിട്ട് ഓയിൽ കത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് നമുക്ക് എഞ്ചിൻ ഹീറ്റായി സൈലൻസർ ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് പുകയായിട്ട് കുറച്ച് അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, അതങ്ങനെ മാറിക്കോളും കേട്ടോ. ഇത്രയാണ് നിലവിലത്തെ അവസ്ഥ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇപ്പോൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു.